ഹോർമോസ് കടലിടുക്കിലൂടെ ഇറാന്റെ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധത്തിന് തടസ്സം നിന്നാൽ ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ് പറയുന്നു. ഇറാൻ വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഹോർമൂസിലെ നിയന്ത്രണത്തിനായി ഇറാനും ഒമാനും തമ്മിൽ നടത്തുന്ന സമാന്തര ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് കരാറിലെത്താൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇറാനും ഒമാനും ചർച്ച നടത്തുകയാണ്. ഇറാൻ കീഴടങ്ങാൻ തയ്യാറാകണമെന്നും അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ട്രംപ് പറഞ്ഞു. തനിക്ക് സമയക്രമമോ ധൃതിയോ ഇല്ലെന്നും ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ ചിന്തകളെ ബാധിക്കാറില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതില്ലെന്ന് ഉറപ്പാക്കുകയാണ് യുഎസിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. അതേസമയം ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരായ സൈനിക നടപടിയിൽ യുഎസിനൊപ്പം ചേർന്ന് ദക്ഷിണ കൊറിയ വിസമ്മതിച്ചതായും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. അതേസമയം ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായുള്ള ചിത്രവും ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്നു. ദക്ഷിണ കൊറിയയെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് സൂചന. ഈ അഭ്യാസങ്ങൾ ചെലവേറിയതാണ്. മാത്രമല്ല ഈ ചെലവുകളിൽ ഭൂരിഭാഗവും അമേരിക്കയാണ് വഹിക്കുന്നത്, ട്രംപ് പോസ്റ്റ് ചെയ്തു. അതേസമയം അമേരിക്കയുമായുള്ള സൈനിക അഭ്യാസം നിശ്ചയിച്ച പ്രകാരം തുടരുമെന്ന് ദക്ഷിണ കൊറിയ വ്യക്തമാക്കി. തിങ്കളാഴ്ച മുതൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന യുഎസ് ദക്ഷിണ കൊറിയ വാർഷിക സൈനിക അഭ്യാസം ആരംഭിക്കുന്നത് എന്നാണ്. ഈ സൈനിക അഭ്യാസം റദ്ദാക്കാൻ വളരെ വൈകി എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചത്. ഇറാന്റെ ആണവ നിരായുധീകരണത്തിൽ തങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന തന്റെ അഭ്യർത്ഥന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് നിരാകരിച്ചെന്നും ട്രംപ് വെളിപ്പെടുത്തി. യുദ്ധത്തിനിടെ കഴിഞ്ഞ മാർച്ചിൽ കാണാതായ ഇറാൻ വ്യോമസേനയുടെ 2 പൈലറ്റുമാരെ ഖത്തർ തടവിലാക്കിയെന്ന് ഇറാൻ ആരോപണം ഖത്തർ നിഷേധിച്ചു. യുദ്ധത്തിനിടെ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടെന്നും 2 പേരെ കാണാതായെന്നും ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഖത്തർ ഇവരെ തടവിലാക്കിയെന്ന ആരോപണം ആദ്യമായാണ് ഉന്നയിക്കുന്നത്. യുദ്ധത്തിനിടെ ഖത്തറിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതിന് പിന്നാലെ കാണാതായ പൈലറ്റുമാരെ കണ്ടെത്താൻ തിരിച്ചറിയൽ വ്യോമസേന അനുമതി തേടിയെങ്കിലും ഖത്തർ അനുവദിച്ചില്ലെന്ന് ഇറാൻ സേനാ ജനറൽ മുഹമ്മദ് ഭാഗിസന പറഞ്ഞു. എന്നാൽ ഒരു പൈലറ്റിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇറാനെ യഥാസമയം അറിയിച്ചെന്നും തിരിച്ചറിയലിന് സഹകരിക്കാമെന്നും വ്യക്തമാക്കിയതായാണ് ഖത്തർ വ്യക്തമാക്കി. കുവൈത്തിൽ തടവിലുള്ള 4 ഇറാൻകാരുടെ മോചനം സംബന്ധിച്ചും തുടർ നടപടികൾ ആയിട്ടില്ല. അതിനിടെ കപ്പൽ പാത സംബന്ധിച്ച് ഒമാനും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധമില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി പറഞ്ഞു. ഹോർമൂസിലൂടെ താൽക്കാലിക ഗതാഗത സംവിധാനം സംബന്ധിച്ച ചർച്ചയാണ് ഒമാനുമായി നടക്കുന്നത് എന്നും വ്യക്തമാക്കി. അതിനിടെ ഇറാൻ വിരുദ്ധ യുഎസ് ഇസ്രായേൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ക്രിമിനൽ കുറ്റമാകുന്നു എന്ന് ബില്ലിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി. നിയമമാകാൻ ഈ ഗാർഡിയൻ കൗൺസിലിന്റെ അംഗീകാരം കൂടി വേണം. ശത്രുക്കളല്ലാത്ത വിദേശ മന്ത്രാലയങ്ങളോട് സംസാരിക്കുമ്പോഴും ഉദ്യോഗസ്ഥർ മുൻകൂർ അനുമതി വാങ്ങണം. അതേസമയം ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി താൻ ഇപ്പോഴും വളരെ നല്ല സൗഹൃദത്തിലാണെന്ന് വ്യക്തമാക്കി യുഎസ് പ്രസിഡന്റ് ട്രംപ്. കമ്മിറ്റിക്കൊപ്പമുള്ള തന്റെ പഴയ ചിത്രം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചാണ് ട്രംപിന്റെ പുതിയ പരാമർശം. ഈ ചിത്രത്തിൽ ഞങ്ങൾ 2 പേരും ഒട്ടും സൗഹൃദമല്ലാത്ത രീതിയിലാണ് നോക്കുന്നത് എങ്കിലും ഞങ്ങൾ 2 പേരും ചിരിച്ചു നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ വേറെയുമുണ്ട്. കിം ജോങ് ഉന്നും ഞാനും വളരെ നല്ല സൗഹൃദത്തിലാണ് എന്നും ട്രംപ് കുറിച്ചു. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക അഭ്യാസത്തെ ഉത്തര കൊറിയ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. സൈനിക അഭ്യാസം കൊറിയൻ ഉപദ്വീപിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ കാരണമാകുമെന്ന ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ദി ഉൾച്ചി ഫ്രീഡം ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന സംയുക്ത സൈനിക അഭ്യാസം ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 27 വരെയാണ് നടക്കുന്നത്. ഉത്തര കൊറിയയുടെ വളർന്നുവരുന്ന സൈനിക ശേഷിയെ പ്രതിരോധിക്കുന്നതിനായി ഡ്രോൺ ആക്രമണങ്ങൾ തടയുക, GPS തടസ്സപ്പെടുത്തൽ, സൈബർ ആക്രമണങ്ങൾ എന്നിവ നേരിടാനുള്ള പ്രത്യേക പരിശീലനങ്ങൾ എന്നിവയാണ് ഈ സൈനിക അഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം യുഎസും ദക്ഷിണ കൊറിയയും ഒരുമിക്കുന്ന സൈനിക അഭ്യാസത്തെ യുദ്ധത്തിനുള്ള റിഹേഴ്സൽ എന്നാണ് ഉത്തര കൊറിയ വിശേഷിപ്പിച്ചത്. സംയുക്ത സൈനിക അഭ്യാസങ്ങളെ അമേരിക്ക തങ്ങൾക്കെതിരെ നടത്തുന്ന കടുത്ത പ്രകോപനമായാണ് ഉത്തര കൊറിയ കാണുന്നത്. യുഎസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ രാജ്യങ്ങളിൽ സൈനിക സഹകരണ ആണവ സഖ്യമായി മാറുകയാണെന്ന് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് കുറ്റപ്പെടുത്തിയിരുന്നു. പുതിയ ഭീഷണിയെ പ്രതിരോധിക്കാൻ പുതിയ തലത്തിലുള്ള പ്രതിരോധ സംവിധാനവുമാണ് ഉത്തര കൊറിയ രംഗത്തിറങ്ങുമെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ആശങ്കകൾക്ക് ആക്കം കൂട്ടി ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇറാനുമായി ധാരണ നീട്ടാൻ പദ്ധതിയില്ല എന്ന് ഹോർമൂസിന്റെ നിയന്ത്രണം സ്വന്തമാക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പറയുകയുണ്ടായി.
ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും ഇറാൻ ആവശ്യമായ നിബന്ധനകൾ അംഗീകരിക്കുന്നില്ലെന്നും ട്രംപ് ആരോപിച്ചു. ഹോർമൂസിനെ അമേരിക്കൻ പ്രദേശമാകുന്നത് ഒരു മികച്ച ആശയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാൻ നേതൃത്വത്തിനെതിരെയുള്ള ട്രംപ് വിമർശനം ഉന്നയിച്ചു. പിന്നാലെ അമേരിക്കയുമായി ഒരു ചർച്ചയുമില്ലെന്നും കരയാക്രമണം നേരിടാൻ ഒരുക്കമാണെന്നും ഇറാൻ മറുപടി നൽകി. ഇതുവരെയുള്ള പ്രതിരോധ നീക്കത്തിന് പകരം ആക്രമണം വഴി സ്വീകരിക്കാൻ മടിക്കില്ലെന്ന് IRGCയും വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും നിലപാട് കടുപ്പിച്ചതോടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ സമവായ നീക്കം പ്രതിസന്ധിയിലായി. ഹോർമൂസ് തുറക്കാൻ ഇരുപക്ഷവുമായും ആശയവിനിമയം തുടരുന്നതായി പാകിസ്ഥാൻ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന US അബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ നാവികർ നേരിടുന്ന കഠിനമായ ദുരന്തങ്ങളിൽ മാനസികാരോഗ്യ പ്രതിസന്ധിയും വലിയ രാഷ്ട്രീയ സൈനിക വിവാദങ്ങളും വഴിവെച്ചിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരെ സൈനിക നടപടികളുടെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്ന ഈ കപ്പലിലെ 5000-ഓളം വരുന്ന ജീവനക്കാർ 240-ലധികം ദിവസങ്ങളായി തുറമുഖങ്ങളിലായി ഇറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ കടലിൽ തന്നെ തുടരുകയാണ്. ഇത്രയും ദീർഘകാലം വിമാനവാഹിനി കപ്പൽ കടലിൽ തുടരുന്നത് സമീപകാല ചരിത്രത്തിലെ അപൂർവ സംഭവം തന്നെയാണ്. ശുചിത്വമില്ലായ്മ, ശുചിമുറികളുടെ തകരാറുകൾ, അതുപോലെ തന്നെ മലിനമായ കുടിവെള്ളം, പുതിയ ഭക്ഷണത്തിന്റെ രൂക്ഷമായ ക്ഷാമം തുടങ്ങി കഠിനമായ സാഹചര്യങ്ങളാണ് കപ്പലിൽ നിലനിൽക്കുന്നത് എന്ന് സൈനിക പ്രസിദ്ധീകരണങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ മാസങ്ങളായി കപ്പൽ സേവനങ്ങൾ തടസ്സപ്പെട്ടതിനാൽ വീട്ടുകാർ അയച്ച പെട്ടികൾ പോലും നാവികർക്ക് ലഭിക്കുന്നില്ല. ഇത്തരം ദുരിതങ്ങൾ നാവികരിൽ കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കുകയും ചില നാവികർ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അടുത്ത ദിവസങ്ങളിൽ പ്രഭാതം കാണാൻ താൻ ജീവിച്ചിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നതായി കപ്പലിലെ ഒരു നാവികർ ഭാര്യയ്ക്ക് സന്ദേശം അയച്ച സംഭവം സാന്റിയാഗോയിൽ നടന്ന യോഗത്തിൽ ഉയർന്നുവന്ന സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. എന്ന് തിരികെ മടങ്ങാനാകും എന്ന കാര്യത്തിൽ വ്യക്തമാക്കില്ല എന്നും നാവികരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു സാധാരണ വിമാനവാഹിനി കപ്പൽ വിന്യാസം 6 മാസത്തോടടുത്ത് നീണ്ടു നിൽക്കുന്നതാണ് എന്നും അതിൽ സമ്മർദ്ദം കുറയ്ക്കാനുള്ള തുറമുഖ സന്ദർശനങ്ങൾ ഉൾപ്പെടുമെന്നും ഈ വിരമിച്ച വൈസ് അഡ്മിറൽ റോബർട്ട് മുറൈറ്റ ചൂണ്ടിക്കാട്ടി. ലിങ്കൺ കപ്പൽ തുടർച്ചയായി യുദ്ധമേഖലയിൽ തന്നെ പ്രവർത്തിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒരു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രമുഖ ഡെമോക്രാറ്റിക് നേതാക്കൾ വിഷയത്തിൽ പിന്റഗണിനോട് അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ടു. കൃത്യമായ യുദ്ധാസൂത്രണം, ഭരണകൂടത്തിന്റെ യുദ്ധാസൂത്രണത്തെയും നാവികരോടുള്ള നിലപാടിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഡെമോക്രാറ്റിക് പ്രതിനിധികൾ രംഗത്തെത്തിയത്. അരിസോണയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെൻട്രൽ റൂബൻ ഗലേഗോ ABC ന്യൂസിന്റെ ദിസ് വീക്ക് പരിപാടിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ 3 ദിവസം മുമ്പ് ഒരു ലിങ്കൺ ക്രൂ അംഗത്തിന്റെ പങ്കാളിയോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാണ് നിലവിലെ പ്രശ്നം. ഇവിടെയുള്ള വളരെ ആഴത്തിലുള്ള പ്രശ്നം എന്തെന്നാൽ ഈ ഭരണകൂടം ഈ യുദ്ധത്തിനായി പദ്ധതി ഇട്ടിരുന്നില്ല. ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്ന് പദ്ധതി ഇട്ടിരുന്നില്ല. കൂടാതെ ഈ യുദ്ധം എങ്ങനെ വഷളാകുമെന്ന് ശരിക്കും മനസ്സിലാക്കിയിരുന്നുമില്ല എന്നാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.